പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവിന്റെ വചനവുമായി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന നമ്മളുടെ അല്പസമയം വചനം ശ്രദ്ധിക്കുവാൻ തക്കോണം കർത്താവിന്റെ ഹൃദയം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി കൊടുക്കാം. We can read from 2 Samuel chapter 21 verse 10 ഒന്ന് നമുക്ക് വായിക്കാം. 2 Samuel chapter 21 2 ശമൂവേൽ 21:10 വാക്യം. ഹല്ലേലൂയ. അയ്യാവിന്റെ മകളായ റിസ്മ സ്റ്റാക്കുശീല എടുത്ത് പാറമേൽ വിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്തിൽ നിന്ന് അവരുടെ മേൽ മഴ പെയ്തതുവരെ പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതെയിരുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ദൈവജനം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വി ഹാവ് എൻ അസൈൻമെന്റ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്, ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ മിഷൻ നമ്മൾ ഫുൾഫില്ല് ചെയ്യുന്നില്ലെങ്കിൽ അനേക ജീവിതങ്ങളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അനേക കുഞ്ഞുങ്ങളാണ് ആമേൻ ഹല്ലേലൂയ സ്തോത്രം അവരുടെ ഭാവി നഷ്ടപ്പെടും, മിനിസ്ട്രി നഷ്ടപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. അനേകരുടെ മാരേജസ് ഫെയിൽ ആകും, അനേക രോഗികളായി തീരും. ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ദൈവജനത്തിന് ഒരു വലിയ അസൈൻമെന്റ് ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. വലിയ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നു അയ്യാവിന്റെ മകളായ റിസ്പ. അപ്പൊ ഈ സഹോദരി എന്താണ് ചെയ്യുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നേരത്തെ നമ്മളുടെ ഒരു ഭാഗം വായിച്ചായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, അബ്രഹാം തന്റെ സഹോദരന പുത്രനായ ലോത്തിന് വേണ്ടി അവന്റെ കുടുംബത്തെ ലോത്തിനെ രക്ഷപ്പെടുത്താന് ഒരു യുദ്ധത്തിലായതും അതിലെ ജയം തന്നു വായിച്ച ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് കർത്താവിന് ഓരോരുത്തരുടെ മേലും ചില ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം ഹല്ലേലൂയ. ഇന്ന് ശോശമ്മ സിസ്റ്റർ പറഞ്ഞതുപോലെ ശോശമ്മ സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞ് സുവിശേഷം പറയുന്നതിലുള്ള ആ വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. D.L. മൂഡി ഒരു വായിച്ചതാ. D.L. മൂഡി എന്ന് പറഞ്ഞ ദൈവദാസൻ ഒരിക്കല് ഒരു വലിയ പ്രസംഗമെല്ലാം കഴിഞ്ഞ് രാത്രിയിലെ പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ ക്ഷീണിച്ച് ഭവനത്തിൽ റൂമിൽ വന്ന് കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു അടുത്ത ഹോട്ടൽ റൂമിൽ കിടക്കുന്ന ആളിനോട് പോയി സുവിശേഷം പറയണമെന്ന്. അദ്ദേഹം വിചാരിച്ചു, വളരെ ക്ഷീണമായി, ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ശരീരം വളരെ ക്ഷീണം. കർത്താവേ, ഞാൻ നാളെ ആയിക്കൊള്ളട്ടെ, നാളെ പോകാമല്ലോ, രാവിലെ അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം പറയാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, അത് അങ്ങനെയാണ്. അദ്ദേഹം അങ്ങനെ പ്രതീക്ഷിച്ച് കിടന്നു. പക്ഷെ രാവിലെ കിട്ടുന്ന ന്യൂസ് എന്ന് പറയുന്നത് ആ സഹോദരൻ അന്ന് രാവിലെ അവൻ ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. ആ രാത്രിയിലെ D.L. മൂഡിക്ക് ഭയങ്കര സങ്കടമായി. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഓരോ സമയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. തക്ക സമയത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഡിലേ ആക്കിയാൽ ഇത് ഡിലേ ആക്കേണ്ട കാര്യമല്ല. സ്തോത്രം. ദാസന്മാര് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. വലിയ ഉത്തരവാദിത്തങ്ങളാ. ഒരു ആത്മാവിന്റെ വില എന്തുവാ? ലോകത്തിന്റെ എല്ലാത്തിനെക്കാട്ടിലും വിലയേറിയതാ നമ്മളെ സ്തോത്രം. ആഴമെന്ന് അറിഞ്ഞില്ല, ആഴിയെന്ന് ഓർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും തെല്ലും ഭയപ്പെട്ടില്ല. ഞാൻ ഇറങ്ങി, ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻവിളി കേട്ടു വരുവാൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ കാലകാലങ്ങളിലായിട്ട് യോഗ്യത വല്ലതും ഉണ്ടായിട്ടാണോ? നമ്മെക്കാട്ട് എത്ര ശ്രേഷ്ഠന്മാരുണ്ട്, കഴിവുള്ളവരുണ്ട്. സ്തോത്രം. നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ നമ്മെ സ്നേഹിച്ച ആ സ്നേഹം നാം ഒരിക്കലും മറച്ചു വെക്കുവാനല്ല, നമ്മെ ഉത്തരവാദിത്തങ്ങളെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ പിന്നെയും കർത്താവിന്റെ സന്നിധി നമുക്ക് ഏൽപ്പിക്കാം. വലിയ നമ്മുടെ കുടുംബത്തിന്മേൽ ചിലരെയൊക്കെ കർത്താവ് നമ്മുടെ കൈ തന്നിട്ടുണ്ട്. നമുക്ക് മാത്രമേ അവരുടെ വിഷയത്തിൽ പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടുവെന്ന് നിൽക്കുവാനും വേറെ ആരുമല്ല. നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഹല്ലേലൂയ ഓരോ ദൈവദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഒരു സിസ്റ്ററിനെ കാണുകയാണ്, റിസ്പ.
ഹു ഈസ് ഷീ? അവളുടെ ഈ ഭാഗത്ത് നിന്ന് ചില ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന് നമുക്ക് ഷെയർ ചെയ്യാം. റിസ്പ, വാട്ട് ഡിഡ് ഷീ ഡു? അവൾ ആരാണ്? അവള് റിസ്പ എന്ന് പറയുന്നത് ഷീ വാസ് എ ശൗലിന്റെ വെപ്പാട്ടി അല്ലേ? ശൗലിന്റെ വെപ്പാട്ടിയായി അയ്യാവിന്റെ മകളായ റിസ്പ ചെയ്ത അവള് ദാവീദ് യെസ്, റിസ്പ അവളുടെ പറ്റിയാ അവളെ എന്താണ് അവള് ചെയ്തത്? അപ്പം 21 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമം ഉണ്ടായി. ആമേൻ, ആമേൻ. തുടരെ ക്ഷാമം ഉണ്ടായി. ദാവീദ് യഹോവയോട് അരുളപ്പാട് ചോദിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രയാസം, ഒരു ഡിലേ, അല്ലെങ്കിൽ എന്തിനേലും ഒരു ക്ഷാമം, അല്ലെങ്കിൽ ഒരു താമസം, ഒരു തടസ്സം, എന്തിനേലും നമ്മൾ പ്രതീക്ഷ, ദൈവം പറഞ്ഞ വാഗ്ദത്തം ആ സമയത്ത് നടക്കുന്നില്ല, എന്തിനേലും ഒക്കെ തടസ്സം ഇടുക. നമ്മൾ വിചാരിച്ചു ഈ 2025 ചില വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് കിട്ടി, എന്നാൽ അത് നടന്നില്ല. ആ സമയത്ത് 10 മാസമായിരിക്കും, ഏത് മാസം നമ്മൾ നടന്നില്ല. ചില തടസ്സങ്ങൾ ഇടുമ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചുകൾ വരുമ്പോൾ, ദാവീദിന് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. ഹി വുഡ് സീക്ക് ദ ലോർഡ്. അവൻ ദൈവത്തോട് ആലോചന ചോദിക്കും. അപ്പം എന്തെങ്കിലും വിഷയത്തിൽ നമുക്ക് തടസ്സമോ എന്തെങ്കിലും പ്രതികൂലമോ, ദൈവം പറഞ്ഞ വാഗ്ദത്തം ആ സമയത്ത് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വം ഉള്ളത് എന്തോ, വി ഷുഡ് ആസ്ക് ദ ലോർഡ്. ദൈവത്തോട് ആലോചന ചോദിക്കണം, എന്താണ് കർത്താവേ ഇതിന്മേൽ? കാരണം ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞ പ്രോമിസ്, ഐ എം നോട്ട് എ മാൻ ദാറ്റ് ഐ ഷുഡ് ലൈ, അല്ലേ? കള്ളം പറയാൻ, ഭോഷ്ക് പറയുവാൻ ദൈവമാണ്, മനുഷ്യനല്ല. He is not a man that he should lie, not a son of man that he would not keep his word, അല്ലേ? അപ്പം നമുക്കറിയാം, ഹിസ് പ്രോമിസസ് ആർ ഓൾവേസ് ഫോർ ഗുഡ്. നമ്മളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എപ്പോഴും നന്മയാണ്. അത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും തക്ക സമയത്ത്. ഡിലേ ചെയ്യുന്ന ആരാ? പിശാചാ ഡിലേ ചെയ്യുന്നേ, അല്ലേ? ലേറ്റ് ആക്കുന്ന ആരാ? സംഭവം വിഷയങ്ങൾ ലേറ്റ് ആക്കുന്നേ പിശാചിന്റെ പണിയാ. കാരണം നമുക്കറിയാം ആരാ? ഫറവോന്റെ അടുക്കല് പിന്നെ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറയുമ്പോൾ ഫറവോൻ എന്തോ പറയുന്നത്? അവൻ പറയും നാളെയാകട്ടെ, നാളെ, ടുമാറോ എന്ന് പറയുന്ന ആരുടെ സ്വഭാവമാ? സ്തോത്രം, ഫറവോന്റെ സ്വഭാവമാ. തവളെ പറഞ്ഞു വിട്ടു. അന്നേരം അപ്പം അവിടെ എല്ലാം തവള കയറി, അല്ലെ? ദേശത്തെല്ലാം തവള കയറി. അന്നേരവും പിന്നെ മോശ വന്ന് പറയുന്നുണ്ട്, എന്റെ ജനത്തെ വിട്ടയക്കാം. പറഞ്ഞു വിട്ടയക്കാം, പക്ഷെ നാളെ ആട്ടെ. എല്ലാം ഡിലേ ചെയ്യുക എന്ന് പറഞ്ഞ പിശാചിന്റെ ഒരു പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓർത്തണം, ഇന്ന് നമ്മളെ ദൈവം എന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ ചിലതുണ്ട്. ചിലപ്പോൾ നമ്മൾ അതെല്ലാം നിസ്സാരമായിട്ട് കാണും. ഇറ്റ്സ് ഓക്കെ പറഞ്ഞങ്ങ് പോകും. എന്നാൽ ദൈവജനത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ എന്താണ് ഈ വിഷയത്തിന്മേൽ ഡിലേ ആകുന്നത്? എന്താണ് ഈ വിഷയത്തിന്മേൽ തടസ്സം? അപ്പൊ ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്, അരുളപ്പാട് ചോദിച്ചു. അപ്പം മറുപടി പറയുന്നു ശൗൽ. സിസ്റ്റർ ഒന്ന് വായിച്ചേ. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചു. യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബെയോന്യരെ കൊല്ലുകൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗ്രഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. അപ്പൊ ഇവിടെ പറയുക നിന്റെ കുഴപ്പമല്ല. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്ന നമ്മുടെ കുഴപ്പമായിരിക്കത്തില്ല. ചിലപ്പോൾ ഇറ്റ് മേ ബി ഫ്രം ജനറേഷൻ, അല്ലെ? എന്തോ പറയുന്നത്, പിതാക്കന്മാരുടെ കുഴപ്പം, അല്ലെ? നമുക്ക് മുമ്പായിട്ടുള്ളവരുടെ ആയിരിക്കും, നമുക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിന് ഓരോരുത്തരുടെ ഓരോ വിഷയത്തിന്മേൽ ഓരോന്നും നമ്മുടെ ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ വരുന്ന ഓരോത്തിനും ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ദൈവം ചിലതൊക്കെ നമ്മളെ മനസ്സിലാക്കി തരും. ദൈവത്തോട് നമ്മൾ ആലോചന ചോദിച്ചാൽ ആ വിഷയത്തിന്മേൽ മറുപടി ഉണ്ട്. അവിടെ പറഞ്ഞ നിന്റെ കുഴപ്പമല്ല, എന്നാൽ നിനക്ക് മുമ്പായിട്ടുള്ള രാജാവ്, അതാര? ശൗല് ചെയ്ത കുഴപ്പം നിമിത്തം, അവന്റെ ഗൃഹവും നിമിത്തം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പക്ഷെ ദാവീദിന്റെ ഹൃദയം എന്ന് പറഞ്ഞ എന്തുവാ? കർത്താവേ, വാട്ട് ക്യാൻ ഐ ഡു? ഞാൻ എങ്ങനെ ഇതിനു വേണ്ടി എന്തു പ്രതിശാന്തി, അല്ലെ? അതില് 3-ാമത്തെ വാക്യം, എന്തു പ്രതിശാന്തി ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് ഗിബെയോന്യർ അവരോട് ശൗലിനോടും അവന്റെ ഗൃഹത്തോടും ഉള്ള കാര്യം, കൊച്ചു പൊന്നും അവനോട്, ശൗലിനോടും അവന്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല, ഇസ്രയേലിൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട് ശൗലിന്റെ 7 മക്കളെയാ ചോദിച്ചത്. ഗിബെയോന്യർ പ്രതിശാന്തിയായിട്ട് ചോദിക്കുന്ന ശൗലിന്റെ 7 മക്കളെ, അല്ലേ? അപ്പൊ ദാവീദ് അവിടെ ജസ്റ്റിസ് കാണിച്ചു. അവിടെ നിയമപ്രകാരമായിട്ട്, അല്ലെ? ജസ്റ്റിസ്, നീതിയാ, അല്ലെ? അതിന് നീതിയായിട്ട് പറഞ്ഞതൊക്കെ ശൗലിന്റെ 7
കുഞ്ഞുങ്ങളെ സ്തോത്രം ആ മൗണ്ടിൽ കൊണ്ടുപോയി അവരെ ഇങ്ങനെ തൂക്കിയിരിക്കുക അല്ലെ, മലയിൽ ഹോവിടെ മുൻപാകെ തൂക്കി കളഞ്ഞെന്നാ വായിച്ച്. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. അതാണ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതെ, ആ ബാക്ക്ഗ്രൗണ്ടില് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ആരുടെയാ, ഈ റിസ്പ എന്ന സിസ്റ്ററിന്റെ 2 മക്കളും അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ റിസ്പ എന്തു ചെയ്യുന്നു ഈ സിറ്റുവേഷനെ? എങ്ങനെയാണ് റിസ്പ ചെയ്യുന്നത്? നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്ന അവസ്ഥകൾ, ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ പല വിഷയങ്ങൾ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന അവസ്ഥകൾ നമുക്ക് കടന്നു വരും. ചിലപ്പോൾ അതൊരു രോഗമായിരിക്കാം, ചില വിഷയങ്ങൾ ന്യൂസ് കേൾക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായിരിക്കാം. പല വിഷയങ്ങളും നമ്മളെ ഹൃദയത്തെ നമ്മളെ ക്ഷീണിപ്പിക്കും, നമ്മളെ അധൈര്യപ്പെടുത്തും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എന്നാൽ അതിന്റെ കീഴിൽ നമ്മൾ അധൈര്യപ്പെട്ടു പോകുവാനല്ല. ആമേൻ, ആമേൻ. അത് നമ്മളെ അടിമപ്പെടുത്തുവാനല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവൾക്ക് വേണേ വിചാരിക്കാമായിരുന്നു, എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ചോണ്ട് പോയി, അവർ മരിച്ചു, ഇനി ഞാൻ എന്തോ ചെയ്യാനാ, എന്നും നിരാശയിലും എന്നും ഭാരത്തിലും എന്നും ദുഃഖത്തിലും ഇരിക്കാം. പക്ഷെ ഇവൾ അങ്ങനല്ല ചെയ്തത്. ഹല്ലേലൂയ, ഷീ വാസ് എ കറേജിയസ് വുമൺ. അവൾ ധൈര്യം ഏറ്റെടുത്തു. അവള് പറയുന്നു, അവള് ധൈര്യം ഏറ്റെടുത്തിട്ട് ഷീ ഈസ് എ വെരി സ്പെഷ്യൽ ആയിട്ട് അവൾ എന്തോ ചെയ്തു, അവള് കുന്നിന്റെ മുകളിൽ, അവളെ പാറയുടെ പുറത്ത് അവള് കയറുന്നു. അവള് ആ പാറയുടെ മേലൊന്ന് കയറി. ദൈവത്തിന്റെ പൈതലെ, നമുക്ക് ആശ്രയിപ്പാൻ നമുക്കൊരു പിളർന്നൊരു പാറയാണ് നമുക്കുള്ളത്. ഏതെല്ലാം ക്ഷീണിപ്പിക്കുന്ന അവസ്ഥകളുടെ മധ്യത്തിലും നമ്മളെ മനസ്സുകളെ ക്ഷീണിപ്പിക്കുമ്പോൾ, നമ്മളെ തകർത്ത് കളയുമ്പോൾ, ഇനി ഒരു ഹോപ്പില്ല, നിരാശയാണ് എന്ന് പറഞ്ഞ് അടിമത്തത്തിൽ ഇരിക്കുവാനല്ല നമ്മൾ കയറേണ്ട. കർത്താവിന്റെ സന്നിധിയിലേക്ക്, ആ പാറമേൽ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതാ പാട്ടുകാരൻ പറയുന്നത്, ഞാൻ എൻ പാദങ്ങൾ വയ്ക്കും. എന്തോ പാറമേലാ, ഞാൻ എൻ പാദങ്ങൾ നീങ്ങി പോകാത്ത പാറമേൽ. അതെ, ഞാൻ എൻ പാദങ്ങൾ വെക്കും നീങ്ങി പോകാത്തൊരു പാറമേൽ, എനിക്കായി പിളർന്നൊരു പാറമേൽ. നമ്മുടെ അടിസ്ഥാനം, നമുക്കുള്ള അടിസ്ഥാനം, നമുക്ക് അവൾ എന്തോ ചെയ്യുന്നത്, ആ പാറമേൽ അവളൊന്ന് കയറി നിന്നു. നമ്മൾ പലപ്പോഴും നമുക്കറിയാം, മണലിൽ വീട് പണിഞ്ഞവന്റെ അവസ്ഥ. അവർക്ക് എന്ത് പറ്റിയത്? മഴ വരും, കാറ്റ് വരും, എന്നാൽ അവന്റെ വീട് തളർന്നു പോകുമ്പോൾ പാറമേൽ അടിസ്ഥാനമുള്ളവൻ, ഹല്ലേലൂയ, ഒരിക്കലും തളർന്നു പോകത്തില്ല. അതുകൊണ്ട് ആ ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചുകളുടെ മധ്യത്തിലും നാം തകർന്ന് വീണു പോകുന്നില്ല. നാം, ഹല്ലേലൂയ, നാം വഴുതി പോകുന്ന നമ്മൾ വിചാരിച്ച അനുഭവങ്ങളുണ്ട്. എന്നാൽ ദൈവം നമ്മെ നിലനിർത്തിയ കൃപയൊന്ന് മാത്രം, കൃപയൊന്ന് മാത്രം, അവന്റെ കൃപയാണ്. ഹല്ലേലൂയ, എത്ര മധുരമാവൻ ആ നാമം എനിക്ക് പാർത്താൽ, ഓർത്തു വരും തോറുമെൻ ആശ. ഓർത്തു വരും തോറുമെൻ ഓർത്തു വരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. യേശു എന്നടിസ്ഥാനം, ആശയാവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനോ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനോ. ആശ്രയിപ്പാനും ആശ്വസിപ്പാനും ഒരിടം. നമ്മളെ ക്ഷീണിപ്പിക്കുന്ന അവസ്ഥയിലും തളർന്നു പോകുവാനല്ല. ഹല്ലേലൂയ, നമുക്ക് ആശ്വാസം കാണുവാൻ, നമുക്ക് ധൈര്യം കാണുവാൻ ഓടി വന്ന് ഉറച്ച പാറമേൽ അവൾ നിൽക്കുവാൻ. നമ്മുടെ കാല് വഴുതി പോകത്തില്ല, ആ ഉറച്ച പാറമേൽ. അത് റിസ്പയെ പറ്റി പറയുന്ന അവൾ ഷീ വാസ് എ കുക്കുമൻ, അല്ലെങ്കിൽ അവൾ ഒരു വെപ്പാട്ടിയ, വലിയ കഴിവുള്ളവളല്ല, വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും പറയുവാനില്ല. ദൈവം നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്നുമല്ല നോക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദേശത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പക്ഷേ ഓൾമോസ്റ്റ് മരിച്ച അവസ്ഥയായിരിക്കും. എന്നാലും ഹല്ലേലൂയ, ആ ഗ്രീഫില്, ആ പെയിനിൽ അവൾ അടിമപ്പെട്ടു പോകുവാനില്ല. പിന്നെയും ജയമെടുത്ത് നമുക്ക് ദൈവമക്കളെ, നമുക്ക് ചെയ്യാവുന്നതിനൊക്കെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ, എന്നാലും നമ്മളെ കൊണ്ട് സാധിക്കാത്ത ചില കാര്യങ്ങൾ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യുക.
പക്ഷെ അതിനപ്പുറമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമുക്ക് വേണ്ടിയുള്ള ദൈവം. ഹല്ലേലൂയ. അവളുടെ ആ ക്വാളിഫിക്കേഷൻ ഒന്നും, ഐ മീൻ ഷീസ് അൺക്വാളിഫൈഡ് ആണെങ്കിലും, ഐ മീൻ വലിയ ശക്തിയില്ല, ഷീസ് എ സ്ലേവ്. എന്നാൽ ഐ മീൻ അവള് ഉത്തരവാദിത്വം എടുത്തു. അവൾ എന്തോ ചാക്കുശീല എടുത്ത് പാറമേൽ വിരിച്ചു. ഇവരുടെ ചാക്കുശീല എന്ന് പറഞ്ഞ അവളുടെ ഭാരങ്ങളെ, അവളുടെ ഈ കെട്ടും കൊണ്ട് അവള് പൊക്കിക്കൊണ്ട് ഭാരം പൊക്കിക്കൊണ്ട് പോകുകയല്ല. ഷീ ജസ്റ്റ് സ്പ്രെഡ് ഇറ്റ് ഓൺ ദ റോക്ക്. ഷീ ജസ്റ്റ് ആ യേശുവിലേക്ക്, ഐ മീൻ ആ പാറമേലേക്ക് അങ്ങ് വിരിക്കുക. ഐ മീൻ നമ്മുടെ വേദനകളെ നാം തന്നെ പൊക്കിക്കൊണ്ട് പോകാനല്ല. നമ്മൾ വചനം കേൾക്കും, പിന്നെയും നമ്മൾ ഭാരം പൊക്കിക്കൊണ്ട് നടക്കും. അങ്ങനെയല്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളെ നാളോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. ഹല്ലേലൂയ. നാം അവന്റെ മേൽ നമ്മുടെ വേദനകൾ ഇട്ടുകൊടുക്കാം. ഹല്ലേലൂയ. അവൾ എന്തു ചെയ്തു? പാറമേൽ അവളുടെ ചാക്ക് വിരിച്ചു. ആമേൻ. അവൾ അത് വിരിച്ചു. എന്നിട്ട് അവൾ ചെയ്യുന്നേ, കൊയ്ത്ത് കാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്തുനിന്ന് അവരുടെ മേൽ മഴ പെയ്യുന്നത് വരെ പകല് എന്നിട്ട് അവിടെ ഉറച്ചു നിൽക്കും. എത്ര നാള്? ഒരു ദിവസമല്ല, 2 ദിവസമല്ല, എത്ര നാളാ? കൊയ്ത്ത് കാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്ത് നിന്ന് അവരുടെ മേൽ മഴ പെയ്തത് വരെ. ആമേൻ. സ്തോത്രം. ദൈവജനം ഓർക്കണം. യെരൂശലേം പ്രശംസാ വിഷയമാകുന്നവരെയും നമ്മുടെ വിഷയത്തിന് ദൈവം മറുപടി തരുന്നവരെയും, ഹല്ലേലൂയ, ഒരു മറുപടി ലഭിക്കുന്നവരെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച വിഷയങ്ങളെ ഒരു ദിവസം കൊണ്ട് ക്ഷീണിച്ചു പോകാനല്ല. 2 ദിവസം, ചിലപ്പോ 1 മാസമാണോ, എത്ര മാസം കർത്താവിന്റെ ഒരു പ്രവൃത്തി. കർത്താവ് പറഞ്ഞു വാഗ്ദത്തം ചെയ്തതിന് വിശ്വസ്തനാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ പിതാക്കന്മാർക്ക് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്, വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നാം തോറ്റുപോയാൽ നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മഭാരം നമ്മൾ ഏറ്റെടുക്കണം. എത്ര നാൾ വരെ? യെരൂശലേം എന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവരെ ദാസിയുടെ കണജമാനത്തിന്റെ കണ്ണിലേക്കും ദാസന്റെ കണജമാനന്റെ കണ്ണിലേക്കും എന്ന പോലെ എനിക്ക് കൃപ ചെയ്യുവോളം, എന്നോട് കരുണ ചെയ്യുവോളം കർത്താവെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിച്ച് മടുത്തു പോയാൽ തക്ക സമയത്ത് നമ്മൾ മറുപടി കാണത്തില്ല. ഹല്ലേലൂയ. നമുക്കറിയാം ദാനിയേല് 3 ആഴ്ചയോട്ടം അവൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പക്ഷെ വചനം പറയുന്നു, അവൻ പ്രാർത്ഥിച്ച് അവനെ തന്നെ ഹൃദയത്തെ താഴ്ത്താൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ആദ്യ ദിവസം തന്നെ, ആമേൻ, മറുപടി മെസ്സഞ്ചർ വന്നു, മെസ്സഞ്ചർ കൊടുത്തുവിട്ടു. എന്നാൽ മെസ്സഞ്ചറെ തടയുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവജനം ഓർക്കണം, നമ്മുടെ നന്മയെ തടയുന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് രാത്രിയിലെ ഹല്ലേലൂയ, ആമേൻ, ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിച്ച് ജയമെടുക്കുകയാണ്. ഏതെല്ലാം അവസ്ഥകളെ ശത്രു തടഞ്ഞിരിക്കുന്നു, ഏതെല്ലാം അവസ്ഥകളെ ശത്രു ഡിലേ ആക്കിയിരിക്കുന്നു, നന്മകളെ തടസ്സം ചെയ്യുന്ന ദുഷ്ടന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുന്നു. ആരാധന, അതോറിറ്റി ഹാസ് ഗോഡ് ഈസ് ഗിവൻ us the authority. No more delay, no more delay. Hallelujah. ആമേൻ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ആമേൻ. ഹല്ലേലൂയ. നമ്മെ ക്ഷീണിപ്പിക്കുന്നത്, നമ്മെ ഡിലേ ആക്കുന്നത് ദൈവത്തിന്റെ പ്ലാൻ അല്ല, ശത്രുവിന്റെ പ്ലാനാ ഡിലേ ആക്കുന്നത്. ദൈവത്തിന് എല്ലാം ഹീസ് ഓൾവേസ് ഓൺ ടൈം, അല്ലേ? അവനെപ്പോഴും തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവ. കേൾക്കത്തില്ലല്ലേ? എന്നെ കേൾക്കുന്നില്ല? ഞാൻ ഓർത്ത് ബ്രേക്ക് ആവുന്നു, കാരണം ഇതിൽ അൺസ്റ്റേബിൾ എന്നൊക്കെ കാണിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഇടയ്ക്ക് ബ്രേക്ക് ആയി 2 പ്രാവശ്യം. ബ്രേക്ക് ആയി എനിക്ക് തോന്നി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വേണ്ടി, ആമേൻ, സ്തോത്രം, ഡിലേ ആക്കുവാനല്ല, ശത്രുവിന്റെ എല്ലാ പോരുകളിന്മേലും ജയിപ്പാൻ. ഹല്ലേലൂയ. അവള് തീരുമാനിച്ചു, ഒരു ദിവസം കൊണ്ട് എന്റെ പ്രാർത്ഥന നിൽക്കുവല്ല. ആമേൻ. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, എന്റെ ദൈവം പ്രവർത്തിക്കും. അവന്റെ ചെവി മന്ദമായിട്ടില്ല, അവന്റെ കണ്ണ് കുറഞ്ഞു പോയിട്ടില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളുടെ മേലും, ഞങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങളെ, ശത്രു ഡിലേ ആക്കുന്ന വിഷയങ്ങളെ കുഞ്ഞാടിന്റെ കയരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ദുഷ്ടപിശാചെ വഴിമാറി തരിക യേശുവിന്റെ നാമത്തിൽ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഓ ജിനാരഗജ, ആകാശത്തു നിന്ന് മഴ
പെയ്യുന്നത് വരെ. ആമേൻ, സ്തോത്രം. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമ്മള് അപ്പോഴെന്തോ പറ്റിയത്? ആമേൻ, ദാനിയേലിന് മറുപടി കിട്ടിയെങ്കിലും പാർസി പ്രഭു, അല്ലെ, പേർഷ്യൻ കിങ്, ആമേൻ, പാർസി പ്രഭു വന്ന് തടസ്സം നിൽക്കുക. ഹല്ലേലൂയ. എന്നാൽ പ്രധാനപ്പെട്ട മീഖായേൽ, ആമേൻ, ദി ആർക്ക് ഏഞ്ചൽ, കർത്താവ് അയച്ച് അവനുമായിട്ട് യുദ്ധം ചെയ്തു. ഹല്ലേലൂയ. രാജ്യത്തിന്റെ പ്രഭു ആ 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. സ്തോത്രം. നമുക്ക് വേണ്ടി സഹായിപ്പാൻ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു നിർത്തരുത്, പ്രാർത്ഥന കുറയ്ക്കരുത്. ആമീൻ. രാവോ പകലോ എന്ന് നോക്കാതെ, ആമീൻ, സ്തോത്രം, രാവും പകലും തന്നോട് നിലവിളിക്കുന്ന ഈ നാളുകൾ മേ ബി നമ്മുടെ പ്രാർത്ഥന ഒത്തിരി കുറഞ്ഞു പോയിട്ടില്ലേ? ഒത്തിരി ക്ഷീണിച്ചു പോയിട്ടില്ലേ? ആമീൻ, നമ്മുടെ കമ്മിറ്റ്മെന്റ് കുറഞ്ഞു പോയിട്ടില്ലേ? ഉണ്ടെങ്കിൽ കർത്താവിന് സ്ഥലം മടങ്ങി വരാം. നമുക്ക് ഓർപ്പിച്ചുണർത്തുകയാണ്, കർത്താവെ, എന്നെ നീ മടക്കി വരുത്തണം. രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനുള്ള ആത്മഭാരം കർത്താവ് എനിക്ക് തരണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുവാൻ, നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി നിലവിളിക്കുവാൻ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ദൈവവേദലേ. ആമേൻ. ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ആമേൻ. ശത്രുവിന്റെ ശക്തികൾ എത്ര പ്രബലമെന്ന് നമുക്ക് തോന്നിയാലും, ഒരിക്കലും ഇതിനെ ജയിക്കാൻ കഴിയത്തില്ലെന്ന് നമുക്ക് തോന്നിയാലും, ഇരുമ്പ് രഥങ്ങളെ, ആമേൻ, ഹല്ലേലൂയ, ശത്രുവിന്റെ ശക്തി എത്ര പ്രബലമായിരിക്കുന്നു. ഞാൻ എത്ര ക്ഷീണമുള്ളവളാണ്, എന്നെ കൊണ്ട് എങ്ങനെ കഴിയുമെന്ന്, ആമേൻ, ദൈവത്തിന്റെ പൈതലെ നിന്റെ ഹൃദയത്തിൽ നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. യു ഫൈറ്റ് ദ ബാറ്റിൽ ഓൺ യുവർ നീസ്. നമ്മുടെ യുദ്ധം നമ്മുടെ മുട്ടിന്മേലാണ്. നമ്മുടെ യുദ്ധം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, കുതിരകളും രഥങ്ങളിലും ആശ്രയിച്ചവർ വീണുപോയപ്പോൾ തന്റെ ജനം നിന്നതിന്റെ കാരണം നിന്റെ യുദ്ധം, എന്റെ യുദ്ധം, എന്റെ മുട്ടിന്മേൽ എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം, ആമേൻ, എനിക്ക് വേണ്ടി നടത്തിയ ദൈവം. സ്തോത്രം. എന്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. അവൻ എന്നും പ്രവർത്തിക്കും. അവന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. ആമേൻ, സ്തോത്രം. അവൻ എന്നും പ്രവർത്തിക്കും. വലിയ വിഷയങ്ങൾ കണ്ട് നാം ഭാരപ്പെട്ട് നമ്മളെ ഭ്രമിച്ചു പോകണ്ട. ഹീ ദാറ്റ് ഈസ് വിതിൻ മീ. നിന്നിലുള്ളവൻ, ആമേൻ, പറ ദൈവവേദലേ, എന്നിലുള്ളവൻ, ഹല്ലേലൂയ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ. ഹല്ലേലൂയ. എത്ര പേർക്ക് ധൈര്യമുണ്ട്? എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം ഉലകമഹാന്മാരാക്കിലും മറിഞ്ഞു മണ്ണുപോയ എന്റെ ദൈവം ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ സർവശക്തിയുള്ള ദൈവം. ഹി ഈസ് എലിയോൺ, സർവശക്തനായ ദൈവം. പിന്നെ ഒരു കാര്യമുള്ളൂ, ദൈവമഹത്വം ജയം തരുമ്പോൾ നമ്മളിലല്ല സന്തോഷിക്കേണ്ടത്. നമുക്ക് സന്തോഷിക്കുവാൻ എല്ലാ പുകഴ്ചയ്ക്കും എല്ലാ മഹത്വത്തിനും എല്ലാത്തിനും യോഗ്യൻ അവനാണ്. അബ്രഹാം ജയിച്ചു വന്നപ്പോൾ, ലോത്തിനെയൊക്കെ കിട്ടി വീണ്ടുകൊണ്ട് മടങ്ങി വന്നപ്പോൾ ലോത്ത് പറഞ്ഞപ്പോഴെന്താ പറയുന്നത്? സോദാൻ രാജാവ് വലിയ ഇതൊക്കെ കൊടുക്കുമ്പോൾ ആമീൻ, അവന് പറയുന്നത്, എനിക്ക് നിന്റെ ഒരു ചെരുപ്പോ ഒരു വാറോ ഒന്നും വേണ്ട, എന്നെ ഉയർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ഉയർച്ച അല്ല വരുന്നത്. സമ്പൽക്കുവാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവമായ യഹോവയിലേക്ക് ഉയർത്തി സത്യം ചെയ്യുന്നു. ദൈവത്തിന്റെ പൈതലെ ഓർത്തുകൊള്ളുന്ന, നിന്റെ ഉയർച്ച വരുന്നത് എവിടുന്നാ? ആമേൻ. തെക്കു നിന്നല്ല, വടക്കു നിന്നല്ല, ഒരു മനുഷ്യനല്ല. ആമേൻ, സ്തോത്രം. നിനക്ക് ഉയർച്ച വരുന്നത് എന്റെ ദൈവം തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ചിലപ്പോൾ ചില നന്മകളൊക്കെ ശത്രു തടസ്സം ചെയ്തെന്നിരിക്കും കേട്ടോ. ചില ലഭിക്കേണ്ട നന്മകളൊക്കെ ഉണ്ടല്ലോ. ആമേൻ, സ്തോത്രം. ചിലപ്പം മാറ്റിന്നിരിക്കും. നിനക്ക് ലഭിക്കേണ്ട ഓഹരി, നിനക്ക് ലഭിക്കേണ്ട നന്മ ചിലപ്പോൾ ശത്രു പറഞ്ഞ് കൊടുക്കുന്നില്ല, അവർക്ക് കൊടുക്കുന്നില്ല. ബിക്കോസ് പീപ്പിൾ ആർ ജലസ്. പിശാചിന് ഭയങ്കര ജലസിയ. പിശാചീസ് ഹേറ്റ്രഡ്. എങ്ങനെയും നമ്മെ മുമ്പോട്ട് വിടരുത്, അനുഗ്രഹങ്ങൾ പ്രാപിക്കരുതെന്നാ പിശാചിന്റെ ഉദ്ദേശം, അല്ലേ? നമ്മൾക്കുള്ള വാഗ്ദത്തങ്ങൾ ലഭിക്കരുതെന്നാ പിശാചിന്റെ ഉദ്ദേശം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എന്നാൽ ആമേൻ, നാം ദൈവപൈതൽ ഓർത്തുകൊള്ളണം, നമ്മെ തക്ക സമയത്ത് അവൻ ഉയർത്തും. അവൻ മാനിക്കുന്ന ദൈവമാണ്. ഉയർച്ച വരുന്നത്, ആമേൻ, അതിനൊന്ന് അവര്
അവരെടുത്ത് ഞങ്ങൾ എടുത്തോട്ടെ അല്ലേ. ചിലപ്പോൾ നമ്മൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരായിരിക്കും. നമുക്ക് എൻ്റെ മനസ്സിലൊരു ഭാഗം വരുന്നുണ്ട്, എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലൊരു ഭാഗം വരുന്നത് എനിക്കൊന്ന് ജനസിസ് ഉൽപ്പത്തിയിലാണെന്ന് 14-ലോ 15-ലോ അവിടെ അല്ല, അവിടെ ഒരു ഭാഗം ദേവദാസിക്ക് അറിയായിരിക്കും. ഇസ്ഹാക്ക് പോയി, ഇസ്ഹാക്കിനെ ദൈവം വർദ്ധിപ്പിച്ചു. ആദ്യ വർഷം അവൻ സോ ചെയ്തു, അവന് 100 മേനി അവൻ ജനസിസ് 26. ഓക്കെ പ്രൈസ് ദി ലോർഡ്. അപ്പം അവിടെ പറയുന്നുണ്ട് ഇസ്ഹാക്ക് ആ കാലത്ത് വിതച്ചു. കാരണം ഇസ്ഹാക്കിന്റെ മേലൊരു വാഗ്ദത്വമുണ്ട്. ആ വാഗ്ദത്വം വെച്ച് അവൻ ആ വർഷം വിതച്ചു, അവന് 100 മേനി ഫലം കിട്ടി. ആമേൻ. അത് കണ്ടപ്പോൾ ജനത്തിന്, ഫിലിസ്റ്റീൻസിന്, ദേ ആർ സോ ആംഗ്രി. അവർക്ക് ഭയങ്കര അപ്സെറ്റാ, അവരോട് ആംഗ്രി. അവനെ എതിരെ ഫിലിസ്റ്റീൻസ് വന്ന് പിന്നെ ഇസ്ഹാക്ക് കിണറെല്ലാം പിന്നെ കുഴിക്കും തോറും എന്തോ ഈ ഫിലിസ്റ്റീൻസ് വന്ന് പിന്നെയും അത് മൂടും. ഇസ്ഹാക്ക് എന്തോ ചെയ്തു? അവരോട് മറുപടി പറഞ്ഞില്ല, അവരോട് ഫൈറ്റ് ചെയ്തില്ല, അവരോട് റിറ്റാലിയേറ്റ് ചെയ്തില്ല. അവൻ പിന്നെയും മാറിപ്പോയി കുഴിച്ചു. ആമേൻ. കുഴിക്കുന്ന കിണർ കുഴിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, ഒരു കൊച്ചു ഈസി അല്ല. പക്ഷെ എന്നാലും കാരണം അവനറിയാം എൻ്റെ ഉയർച്ച, എൻ്റെ നന്മ ഈ ശത്രുവിന്റെ കയ്യിൽ നിന്നല്ല വരുന്നത്, എന്നെ ഉയർത്തുന്ന ദൈവം, എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്, അവൻ എടുത്തുകൊള്ളട്ടെ. അടുത്ത് പോയി എന്നെ കിണർ കുഴിച്ചു. പിന്നെയും ഫിലിസ്റ്റീൻസ് വന്നെന്തോ ചെയ്തു? അത് മൂടിക്കളഞ്ഞു. രണ്ടാമത് അവൻ പിന്നെയും മാറിക്കുഴിച്ചു. ആമേൻ, സ്തോത്രം. അതും വന്ന് ഫിലിസ്റ്റീൻസ് മൂടിക്കളഞ്ഞു. പിന്നെയും 3-മത്തെ പ്രാവശ്യം അവൻ പോയി കുഴിച്ചു. അതിന്റെ പേരെന്തോ സിസ്റ്ററെ? റഹബോത്ത് എന്ന് പേരിട്ടു. എന്താ? ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് ദേശത്ത് വർദ്ധിക്കും. ദൈവം എനിക്ക് വേണ്ടി പേരിട്ടു. ദൈവത്തിന്റെ പൈതൽ, ഈ വർഷക്കാലം ദൈവം ചിലർക്ക് ചില വർധനവിന്റെ വർഷമാക്കാൻ പോവുക. ആമേൻ, സ്തോത്രം. നീ പലതും ക്ഷമിച്ചു, നീ പലതും സഹിച്ചു. ആമേൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. ചില വിശാലതയിലേക്ക് ദൈവം നടത്തട്ടെ. ഹല്ലേലൂയ. ആമേൻ. നാം റിറ്റാലിയേറ്റ് ചെയ്യേണ്ട, നാം ഫൈറ്റ് ചെയ്യേണ്ട. ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതും. ആമേൻ. അവൻ നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില റഹബോത്തിന്റെ അവസ്ഥകളെ, ചില റഹബോത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. ചില നന്മകൾ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നീ ഓർത്തില്ല, നീ ചിന്തിച്ചില്ല. എന്റെ ദൈവം പറയുന്നത് ഇങ്ങനെയാ. ആമേൻ, സ്തോത്രം. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആമേൻ, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പാസ്റ്റർ ഉമ്മൻ വർഗീസ് പാസ്റ്ററെ, ആമേൻ, സ്തോത്രം. എത്ര പല പ്രാവശ്യം സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവ് നടത്തിയ വഴികളെ ആരുടെയും കണ്ണിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ആരുടെ ചിന്തയിൽ തോന്നിയിട്ടുണ്ടോ നമ്മെ നടത്തുന്ന വഴികള്? ഹല്ലേലൂയ. കണ്ണുനീരല്ലാതെ, നന്ദിയല്ലാതെ ഒന്നുമില്ലപ്പാ. ആമേൻ. കർത്താവ് നടത്തുന്ന വഴികളെ ബാലസമൂഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. തന്റെ ഭക്തന്മാർക്കോ അവനൊന്നിനും മുട്ടില്ല. ആമേൻ. നമുക്ക് മുട്ടുവരുത്താതെ നടത്തുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. ആമേൻ. നമുക്ക് വിളിച്ചു പറയാം, എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ ഭണ്ഡാരത്തിൽ, ആമേൻ, സ്തോത്രം, എന്റെ ബുദ്ധിമുട്ടൊക്കെ, തങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ ധനത്തിനൊത്തോടെ തീർത്തു തരുന്ന ദൈവം. പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്യണം, വി ഹാവ് ടു സോ. ഇസാക്ക് എന്തോ ചെയ്തേ? അവൻ വിതച്ചു. വിതയ്ക്കാൻ മറക്കരുത്. ആമേൻ. വിതയ്ക്കാൻ മറക്കരുത്. ഉള്ളതെല്ലാം നമുക്ക് ഒരു ബോക്സ് കിട്ടിയെങ്കിൽ ആ ബോക്സിൽ നമ്മൾ തിന്നു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? വിതയ്ക്കാനൊന്നുമില്ല, അല്ലേ? വിതയ്ക്കാനൊന്നുമില്ല. വിതച്ചെങ്കിൽ മാത്രമേ നമ്മൾ അത് വിതയ്ക്കുമ്പോൾ അവൻ 100 മേനി വിതയ്ക്കുമ്പോൾ നമുക്ക് ലഭിച്ച വലിയ ഒത്തിരി നമുക്ക് കാണത്തില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഉള്ളത് കർത്താവ് അതിന്റെ ഒരു ഭാഗം വിതയ്ക്കണം. ആമേൻ. എല്ലാം തികഞ്ഞിട്ടല്ല നമ്മൾ വിതയ്ക്കുന്നത്. ആമേൻ. വിതയ്ക്കുമ്പോൾ അത് ദൈവത്തിന്റെ ഒരു പ്രമാണമാണ്. ആമേൻ, സ്തോത്രം. ആമേൻ. ദൈവം മടക്കി തരും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. അതുകൊണ്ട് ആമേൻ, ഒരു റഹബോത്ത് കർത്താവ് വഴി ഒരുക്കുക. ചില വഴികൾ കർത്താവ് ദൈവജനത്തിന് വേണ്ടി തുറക്കുക. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക. ആമേൻ, സ്തോത്രം. ദൈവം അവൻ വാക്ക് പറഞ്ഞു, ദ പ്രോമിസ്. ദൈവം പറഞ്ഞു വാഗ്ദത്തം അവൻ മാറുകയില്ല. ആമേൻ. ഹല്ലേലൂയ. പിശാചാണ് മാറ്റുന്നത്, എന്റെ ദൈവം മാറ്റത്തില്ല.
Thank you. ഹല്ലേലൂയ. മഴ പെയ്യുന്നത് വരെയും, ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നത് വരെയും അവൾ നിന്നു. എന്തോ അവൾ ചെയ്യുന്നേ? പകൽ ആകാശത്തിലെ പക്ഷികൾ, അവൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താ? പകൽ എന്തോ ചെയ്യുന്നു? ആകാശത്തിലെ പക്ഷികളെ, വൾച്ചേഴ്സ്, എന്തോ പറയുന്നത്, വൾച്ചേഴ്സ് വന്ന് ഈ കാട്ടുമൃഗങ്ങള് വന്ന് തുടരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നമുക്ക് സമർപ്പിക്കാൻ കഴിയുമോ? കർത്താവ്, എന്റെ ഉത്തരവാദിത്വം ഞാൻ എടുക്കും. ഒരു ശത്രുവും എന്റെ കുടുംബത്തെ തൊടുവാൻ അനുവദിക്കയില്ല. ഹല്ലേലൂയ. പാറമേൽ ദൈവദാസിയെ, പാറമേൽ നിൽക്കുന്ന ദൈവദാസനെ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തെ പരിപാലിക്കുവാൻ ഹല്ലേലൂയ അവൻ വിശ്വസ്തനാണ്. ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. യേശുവിന്റെ നാമത്തിലെ ആട്ടിപ്പായിക്കേണ്ടതിനെ ആട്ടിപ്പായിക്കുവാനുള്ള ബലം, ഹല്ലേലൂയ. ആകാശത്തിലെ പക്ഷികളോ, രാത്രി കാട്ടുമൃഗങ്ങൾ കീറിക്കളയുവാൻ വരുന്ന കാട്ടുമൃഗങ്ങളുണ്ട്. തലമുറകളെ നശിപ്പിക്കുവാൻ വരുന്ന കാട്ടുമൃഗങ്ങളുണ്ട്. കാട്ടുമൃഗങ്ങളെ, പക്ഷികളെ നശിപ്പിക്കുവാൻ, കീറിക്കളയുവാൻ, ഇല്ലാതാക്കുവാൻ ഹല്ലേലൂയ വരുന്ന സന്തലെ അവള് പറയുന്ന അവരെ തൊടുവാൻ അവൾ സമ്മതിച്ചില്ല. ആമേൻ. തൊടുവാൻ സമ്മതിച്ചില്ല. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പൈതലേ, ശത്രു തൊടുവാൻ സമ്മതിക്കരുത്. ആമേൻ. നമ്മുടെ ഉത്തരവാദിത്വം നാം ക്ഷീണിച്ചാൽ ഹല്ലേലൂയ, ആമേൻ, വലിയ പ്രൈസ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ രാത്രി, ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. എവിടെയെല്ലാം ക്ഷീണിച്ചു പോയിട്ടുണ്ട് കർത്താവേ, ഇവിടെയെല്ലാം ഞാൻ ക്ഷീണിച്ചു പോയിട്ടുണ്ട് കർത്താവേ. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ഹല്ലേലൂയ. നാം ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം നമ്മെ ഉണർത്തുകയാണ്. ഹല്ലേലൂയ. ഒരു ആകാശത്തിലെ പക്ഷികളോ കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതെ തുടരുതേ. ആമേൻ. എന്റെ ജീവിതത്തിൽ തുടരുതേ. എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യരുത്. ഹല്ലേലൂയ. ദൈവം പറയുന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവനോട് അവൻ പറഞ്ഞ ആ വാഗ്ദത്തോട് നമുക്കൊന്ന് ആമേൻ ഐക്യത, അതിനോട് നമുക്കൊന്ന് എഗ്രി ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. നമ്മൾ ഡിക്ലെയർ ചെയ്യുക. നമ്മുടെ വാ കൊണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഹല്ലേലൂയ. എന്റെ ദൈവം, ആമേൻ, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കഷ്ടങ്ങളെ, ഭാരങ്ങളെ, നിരാശകൾ വരുമ്പോൾ ഹല്ലേലൂയ നാം അടിമപ്പെട്ടു പോകുകയല്ല. സ്റ്റാൻഡ് ഓൺ ദ റോക്ക്. ആ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിന്നുകൊണ്ട്. എനിക്കറിയാം സമയങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഒരു അനുഭവം കൂടെ പറയട്ടെ. ഒരു ക്യാമ്പൽ മോർഗൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രൊഫൗണ്ട് ബ്രിട്ടീഷ് പ്രീച്ചറാണ്. അദ്ദേഹത്തിന് നാല് ആൺമക്കളാ, 4 സൺസാ. അവർ എല്ലാവരും പാസ്റ്റേഴ്സായി, വലിയ പ്രീച്ചേഴ്സായി, നല്ല പ്രീച്ചേഴ്സായി, ഒത്തിരി മില്യൻസ് ഓഫ് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അവരുടെ ടീച്ചിങ്ങും അവരുടെ പ്രീച്ചിങ്ങും ഒക്കെ മോർഗൻ എന്ന് പറഞ്ഞ ആ ദേവദാസന്റെ 4 മക്കളും. ഒരു ദിവസം അവന്റെ യങ്ങസ്റ്റ് സൺ, ഏറ്റവും ഇളയ മോന് പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പം ഒരു റിപ്പോർട്ടർ വന്ന് ചോദിച്ചു, മോനെ, നിങ്ങളുടെ ഭവനത്തിൽ 5 പേര് പാസ്റ്റേഴ്സും പ്രീച്ചേഴ്സും ആണല്ലോ. ആമീൻ, ആരാ ഇതിനകത്തിലെ ഏറ്റവും വലിയ പ്രസംഗകന് ആരാന്ന് ചോദിച്ചു. ആമീൻ. അപ്പം റിപ്പോർട്ടർ വിചാരിച്ചു പറയും, എൻ്റെ അപ്പനാണ് ഏറ്റവും വലിയ പ്രസംഗകൻ. അവൻ മറുപടി സർപ്രൈസ് ചെയ്യ, എൻ്റെ മമ്മിയാ ഏറ്റവും വലിയ പ്രസംഗ. എന്താ? പുറമേ ഒന്നും ചിലപ്പോൾ പ്രസംഗിച്ചില്ലെന്ന് വരും. സ്തോത്രം. പുറമേ സ്റ്റേജ് കിട്ടിയില്ലെന്ന് വരും, പുറമേ ആരും കണ്ടില്ലെന്ന് വരും. ഒറ്റയ്ക്കായിരിക്കും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങൾ നഷ്ടമായി പോകത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആരും അറിയത്തില്ലായിരിക്കും. ആമേൻ. സ്തോത്രം. സ്വർഗം കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആമേൻ സ്തോത്രം, നമുക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് വാഗ്ദത്തം നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിലും നമ്മൾ കേട്ട ഒരു വുമൺ, ഒരു സഹോദരിയാ, വലിയ കഴിവുള്ളവരൊന്നും ആയിരിക്കില്ല. എന്നാൽ അവൾ ഒരു ഉത്തരവാദിത്വം എടുത്തു.
ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. ആമേൻ. വിട്ടുപോയത്, മറന്നുപോയത്, ആമേൻ, ക്ഷീണിച്ചു പോയത്, നമ്മളെ ക്ഷീണിപ്പിക്കുന്ന പിശാചിന്റെ അനുഭവങ്ങൾ കടന്നു വരും. എന്നാൽ ക്ഷീണിപ്പിക്കുന്ന അതിന്റെ നടുവിൽ നമ്മൾ ഉറങ്ങി ക്ഷീണിച്ച് തളർന്നു പോകുവാനല്ല. പൊന്നമ്മ സിസ്റ്ററെ, യെസ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ബലമേറ്റെടുക്കാം, ധൈര്യമേറ്റെടുക്കാം. ടു ബി എ കൊറേജസ് വുമൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വന്നപ്പോഴേ വി ആർ ഇൻ എ നമ്മള് യുദ്ധത്തിൽ, വി ആർ സോൾജിയേഴ്സ്. നിരനിരയായി, പാട്ടുകാരൻ പറയും, നിരനിരയായി അണിനിരനിരിടുവീൻ പുരുഷൻ പടയാളികളെ, ജയ ജയ കാഹളം ഓതിയിടുവിൻ. നിരനിരയായി God is calling his army. ആമേൻ. അവന്റെ സൈന്യത്തെ വിളിക്കുകയാണ് ഇന്ന് രാത്രി. സൈന്യത്തെ വിളിക്കുകയാണ് നിരയായി നിൽക്കുവാൻ, കൈകോർത്ത് നിൽക്കുവാൻ. കർത്താവിന്റെ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോവാനല്ല. എഫ്രൈം പിന്തിരിഞ്ഞു പോയി. യുദ്ധ ദിവസത്തിൽ എഫ്രൈം പിന്തിരിഞ്ഞു പോയി. പിന്തിരിയുവാനല്ല. യെസ് ലോർഡ്, താങ്ക് യു ലോർഡ്. യുദ്ധ ദിവസത്തിൽ പിന്തിരിയുവാനല്ല, നിരനിരയായി അണിനിരനിരയും. ചിലപ്പോൾ മുറിവുകളൊക്കെ വന്നെന്നിരിക്കും. ക്ഷീണിപ്പിക്കരുത് അതൊന്നും. സോൾജേഴ്സ് വിൽ ഹാവ്, ഇടയ്ക്ക് മുറിവൊക്കെ വന്നെന്നിരിക്കും. സാരമില്ല, ദേവദാസൻ പറയുന്ന പോലെ സാരമില്ല. ആമേൻ. നമ്മളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദേശത്തിനു വേണ്ടി ഇന്റർസീഡ് ചെയ്യുവാൻ, കാവൽക്കാരായി നിൽക്കുവാൻ, ആത്മഭാരം ഏറ്റെടുക്കുവാൻ പിന്നെ നമുക്ക് കർത്താവ് ഒരുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അല്പസമയം കർത്താവിന്റെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം, കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് ഏൽപ്പിക്കാം. അല്പസമയം എല്ലാം ഈ വചനത്തിനു മുമ്പ് നമ്മെ ഒന്ന് സമർപ്പിക്കാം. ദൈവം നമ്മോട് സംസാരിച്ചെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ ജീവിതം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ആ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കർത്താവിന്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വാക്കുകളുടെ പെരുപ്പത്തിൽ അല്ലല്ലോ. ലെറ്റ് ദേർ ബി എ ഡെമോൺസ്ട്രേഷൻ. കർത്താവിന്റെ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ. കർത്താവിനോട് പറയാം, ലോർഡ്, ഹല്ലേലൂയ. ആ റിസ്പേ പോലെ ധൈര്യത്തോടെ ക്ഷീണം ഭവിക്കുമ്പോഴും നിരാശകൾ വരുമ്പോഴും ഭാരം ഒതുക്കുവാനുള്ള നിരാശ ടെസ്റ്റിൽ കൂടി കടന്നു പോകുമ്പോൾ, ചില പരീക്ഷയിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, രോഗത്തിൽ കൂടി കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ഹല്ലേലൂയ, പാറമേൽ നമ്മുടെ അടിസ്ഥാനം. സ്തോത്രം. മടുത്തു പോകാതെ. സ്തോത്രം. എന്താ? ആകാശത്തു നിന്ന് മഴ പെയ്യ്ക്കുന്നവരെയും. ഹല്ലേലൂയ. അതുപോലെ പാറമേൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി ചാക്ക് വിരിച്ചു. സ്തോത്രം. അടുത്ത് നമ്മൾ പറഞ്ഞ ആകാശത്തിലെ പക്ഷികളെ, ദുഷ്ടനൊന്നും ഇതിനെ കൊത്തിപ്പറിക്കാതെ വേണം. ദൈവജനത്തെ കാട്ടുമൃഗങ്ങൾ തൊടാതെ വേണം. ഒരു ബൗണ്ടറി, ഒരു രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കാൻ, ഹല്ലേലൂയ, തൊടുവാൻ സമ്മതിക്കുകയില്ല. ഇന്റർസീഡ് ചെയ്യുവാൻ, ഇടിവ് നിൽക്കുവാൻ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്ന ഒരു മനസ്സ് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വെച്ചാട്ടെ. കർത്താവേ, എന്നെ സമർപ്പിക്കുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. അതിന്റെ ഒടുവിൽ ഞാൻ നിർത്തുക. സ്തോത്രം. ഏറ്റവും 14-ാമത്തെ വാക്യത്തില് രാജാവ് കൽപ്പിച്ചൊക്കെയും അവൻ ചെയ്തു. അതിന് ശേഷം ദൈവം ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടരുളി. മറുപടി ഉണ്ട് കേട്ടോ, മറുപടി ഉണ്ട്. സ്തോത്രം. ദേശത്ത് ക്ഷാമം വരുന്നു. എന്നാല് സ്തോത്രം. അതിനുവേണ്ടി ചെയ്യേണ്ടതൊക്കെ ദാവീദിന്റെ ഹൃദയത്തിൽ ചെയ്തു. ഇവള് ചെയ്തതും ഒക്കെ പറയുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ദൈവം അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നെല്ലാം പറഞ്ഞ് അതിന്റെ അത് കഴിഞ്ഞപ്പോൾ ദൈവം ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടരുളി. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവത്തിന്റെ കാര്യങ്ങൾ പിന്നെയും ഏൽപ്പിക്കാം. മേ ഗോഡ് ബ്ലസ് യു വിത്ത് ദിസ്.